ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് അമേരിക്കയും ഇസ്രായേലും ഭയപ്പെടുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ഭയപ്പെടുന്ന ഒരു രാജ്യമുണ്ട്. അത് ചൈനയാണ്. ഇന്ത്യയുടെയും അമേരിക്കയുടെയും സുഹൃത്ത് രാജ്യം ആണവായുധം നിർമ്മിക്കുന്നുവെന്നും രഹസ്യമായിട്ട് ഈ രാജ്യം 5500 ആണവായുധങ്ങൾ നിർമ്മിച്ചുകൊണ്ട് അമേരിക്കയും റഷ്യയും മറികടന്ന് ലോകത്തിലെ ഏറ്റവും അധികം ആണവായുധമുള്ള രാജ്യമായിട്ട് മാറാൻ ശ്രമിക്കുന്നു, അങ്ങനെ ആഗ്രഹിക്കുന്നു എന്നുമാണ് ചൈന ഭയപ്പാടോടെ ഇപ്പോൾ ലോകത്തിന്റെ മുന്നിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ കയ്യിൽ 44.4 ടൺ പ്ലൂട്ടോണിയം ഉണ്ടെന്നും ഇതുപയോഗിച്ച് 5500 ആണവ പോർമുനകൾ നിർമ്മിക്കാൻ ഈ രാജ്യത്തിന് കഴിയുമെന്നുമാണ് ഇപ്പോൾ ചൈന ആരോപിക്കുന്നത്. ഒരുപോലെ ഇന്ത്യക്കും അമേരിക്കയ്ക്കും സുഹൃത്തായിട്ടുള്ള ഈ രാജ്യം ഏതാണ്? പറഞ്ഞു വരുന്നത് ജപ്പാനെ കുറിച്ചാണ്. ലോകത്ത് ഒരേ ഒരു രാജ്യമാണ് ആണവായുധത്തിന്റെ ദുരിതം അനുഭവിച്ചിട്ടുള്ളത്. ലോകത്ത് ഒരേ ഒരു രാജ്യത്തിനെതിരായിട്ടാണ് ആണവായുധം പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ആണവായുധം എത്രമാത്രം അപകടകരമാണ് എന്ന് തിരിച്ചറിഞ്ഞ ഏക രാജ്യമാണ് ജപ്പാൻ. ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും വീണ ആണവ ബോംബുകളുടെ ദുരിതത്തിൽ നിന്ന് ഇന്നും പരിപൂർണമായിട്ട് ആ രാജ്യത്തിന് കരകയറാൻ കഴിഞ്ഞിട്ടില്ല. ആ രാജ്യമാണ് 5500 ആണവ പോർമുനകൾ രഹസ്യമായി നിർമ്മിക്കാൻ പദ്ധതിയിടുന്നു എന്നിപ്പോൾ ചൈന വെളിപ്പെടുത്തിയിരിക്കുന്നത്. ജപ്പാനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യ ഇവിടെ വളരെ അടുത്ത സുഹൃത്താണ്. ഇന്ത്യയിൽ ഇപ്പോൾ ഓടാൻ തയ്യാറെടുക്കുന്ന ബുള്ളറ്റ് ട്രെയിനിന്റെ നിർമ്മാണത്തിന്റെ പുറകിലാണെങ്കിലും നമ്മുടെ ഇന്ത്യക്കാർ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന മാരുതി സുസുക്കി വാഹനങ്ങളുടെ നിർമ്മാണത്തിന്റെ പുറകിലാണെങ്കിലും ഇന്ത്യയിലെ വൻതോതിലുള്ള നിക്ഷേപങ്ങൾ നടത്തുന്ന രാജ്യങ്ങളുടെ പട്ടികയിലാണെങ്കിലും നമുക്ക് ജപ്പാനെ കാണാൻ കഴിയും. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഇന്ത്യയെ ബ്രിട്ടന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ സഹായം വാഗ്ദാനം ചെയ്ത രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ജപ്പാൻ. അന്ന് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിനോടൊപ്പം ചേർന്നുകൊണ്ട് ജപ്പാൻ അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യക്കെതിരായിട്ട് ശക്തമായ ആക്രമണമൊക്കെ നടത്തിയിട്ടുണ്ട്. വളരെ കൗതുകമുള്ള ഒരു ചരിത്രം കൂടിയുണ്ട് കേട്ടോ ഇന്ത്യ ജപ്പാൻ ബന്ധത്തിൽ. ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ്. ഈ ഘട്ടത്തിൽ ഒന്ന് സൂചിപ്പിക്കാം. രണ്ടാം ലോക മഹായുദ്ധം ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും ബംഗാൾ ഉൾക്കടലിലെയും തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിലൊന്നായ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ ബാധിച്ചിരുന്നു. അന്ന് ബ്രിട്ടന്റെ അധീനതയിലായിരുന്നു ദ്വീപുകൾ. ജപ്പാൻ ടോർപിഡോകളുടെ ശക്തമായ ആക്രമണം ദ്വീപുകൾക്ക് സംരക്ഷണം നൽകിയിരുന്ന പല ബ്രിട്ടീഷ് യുദ്ധക്കപ്പലുകളെയും കടലിൽ താഴ്ത്തുകയുണ്ടായി. ബ്രിട്ടീഷ് ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള റങ്കൂണും സിംഗപ്പൂരും വീണ് കഴിഞ്ഞപ്പോൾ ജപ്പാൻ പട ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്കാണ് നീങ്ങിയത്. അപകടം മുൻകൂട്ടി കണ്ട ബ്രിട്ടൻ പിന്മാറാനാണ് തീരുമാനിച്ചത്. എന്നാൽ അതിനു മുമ്പ് 1942 മാർച്ച് 3 തന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ജപ്പാന്റെ അധീനതയിലാവുന്നു. മാത്രമല്ല ചീഫ് കമ്മീഷണർ ആയിരുന്ന വാട്ടർ ഹാളിനെ ജപ്പാൻ സെല്ലുലാർ ജയിലിൽ തന്നെ തടവുകാരനായിട്ട് പിടിച്ചു. ആ തടവുകാരെ കൊണ്ട് തന്നെ ജപ്പാൻ ദ്വീപിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. ജോലി ചെയ്യാത്തവരെയും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരെയും കണ്ടുപിടിച്ച് കടുത്ത ശിക്ഷ കൊടുത്തു. ദ്വീപുകളുടെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചു. ഇവിടെ ജപ്പാന്റെ പ്രത്യേക താല്പര്യങ്ങൾക്ക് പുറകിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. അതായത് ഈ ദ്വീപുകൾ സുഭാഷ് ചന്ദ്രബോസിന് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അന്ന് ജപ്പാൻ വലിയ സൈനിക നീക്കം നടത്തിയത്. പിന്നീട് ജപ്പാൻ ഈ ദ്വീപുകൾ സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രൊവിൻഷ്യൻ ഭരണകൂടത്തിന് കൈമാറിയതായിട്ട് 1943 നവംബറിൽ ജപ്പാൻ പ്രധാനമന്ത്രി ഹിഡാക്കോ തേജോ ടോക്കിയോയിൽ പ്രഖ്യാപിക്കുകയാണ്. ഡിസംബർ 19 സുഭാഷ് ചന്ദ്രബോസ് റോസ് ദ്വീപിലെത്തിയിട്ട് ഇന്ത്യൻ പതാക ഉയർത്തുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം, അതും ഔദാര്യമായിട്ടോ അഹിംസയിലൂടെയോ അല്ല, യുദ്ധം ചെയ്ത് പിടിച്ചെടുത്ത് ഇന്ത്യൻ പതാക ഉയർത്തിക്കൊണ്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ഒരു ചരിത്രമുണ്ട് നമ്മുടെ മുമ്പിൽ. അത് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസും അദ്ദേഹത്തിന്റെ സൈന്യവുമാണ് അങ്ങനെ ചെയ്തത്. അതിന് പിന്തുണ കൊടുത്ത രാജ്യമാണ് ജപ്പാൻ. അപ്പോൾ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ഒരു ബന്ധമെന്ന് പറയുന്നത് അത്രയും ആഴത്തിലുള്ളതായിരുന്നു. ഇനി അതിനു മുമ്പ് ചരിത്രത്തിലേക്ക് പോയാൽ ഇന്ത്യയിൽ നിന്ന്, നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്നും, നോർത്ത് ഇന്ത്യയിൽ നിന്നും, സെൻട്രൽ ഇന്ത്യയിൽ നിന്നും, ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിൽ നിന്നും പല കാലങ്ങളിലായിട്ട് ബുദ്ധിസ്റ്റ് സന്യാസിമാര്, ജൈന സന്യാസിമാര്, ഹിന്ദു സന്യാസിമാരൊക്കെ തന്നെ ജപ്പാനിലേക്ക് പോയിട്ടുണ്ട്. ഇന്നത്തെ ജപ്പാൻ സംസ്കാരം എന്ന് പറയുന്നത് വളരെയധികം ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അവിടുത്തെ ബുദ്ധിസം മാത്രമല്ല, അവിടെ ഉണ്ടായിട്ടുള്ള പ്രാദേശിക മതങ്ങളിൽ പോലും ഇന്ത്യൻ കൾച്ചറൽ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സാംസ്കാരികമായിട്ടാണെങ്കിലും ചരിത്രപരമായിട്ടാണെങ്കിലും ഇന്ത്യയുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരു രാജ്യമാണ് ജപ്പാൻ. ഇന്നും ഇന്ത്യയുമായിട്ട് അടുത്ത ബന്ധം ജപ്പാൻ പുലർത്തുന്നുണ്ട്. പക്ഷെ ദൗർഭാഗ്യവശാൽ അമേരിക്കയുടെ ഒരു സാമന്ത രാജ്യമെന്ന നിലയിൽ ഇന്ന് ജപ്പാൻ തുടരുകയാണ്. ആ ജപ്പാനാണ് ഇപ്പോൾ ആണവായുധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് ചൈന രംഗത്ത് വന്നിരിക്കുന്നത്. നമ്മൾ ഇവിടെ സംസാരിക്കുന്ന പോലെയല്ല. പൊതുവെ ചൈനയിലെ സോഷ്യൽ മീഡിയകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയും ജപ്പാനും ഒക്കെ ചൈനക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സഖ്യത്തിന്റെ ഭാഗമാണ്. എന്ന് വെച്ചാൽ പരസ്പരം ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. ശരിയാണ്, ഇന്ത്യയും ജപ്പാനും സുഹൃത്തുക്കളാണ്. പക്ഷെ നമ്മൾ കരുതുന്നതിനേക്കാൾ വലിയ സൗഹൃദമുണ്ട് നമുക്കിടയിൽ എന്ന്
ചൈനക്കാർ കരുതുന്നുണ്ട്. എന്ന് വെച്ചാൽ ക്വാഡ് സഖ്യം, ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, അമേരിക്ക, ഈ ക്വാഡ് സഖ്യം നിലവില് ഒന്ന് തണുത്ത മട്ടിലാണെങ്കിലും ഒരു ഘട്ടത്തിൽ അത് വളരെ ശക്തമായിട്ട് നിലനിന്നിരുന്നു. ആ സമയത്തൊക്കെ അത് വളരെയധികം ചൈനയിൽ ചർച്ചയായിരുന്നതാണ്. അത് മാത്രമല്ല, ഒരു ഏഷ്യൻ നാറ്റോ ഉണ്ടാക്കാനായിട്ട് ജപ്പാൻ ഇന്ത്യയോട് ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്ത ഒരു കാര്യമൊക്കെ വലിയ രീതിയിൽ ചൈനയിൽ ചർച്ചയായിട്ടുണ്ട്. ഇന്ത്യ അത് നിരാകരിച്ചു എങ്കിൽ പോലും. സോ അതുകൊണ്ട് ഇന്ത്യയും ജപ്പാനും ഒക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പൊ ചൈന ഇതിനെ കാണുന്നത് ഓൾറെഡി ഒരു ആണവ രാഷ്ട്രവുമായിട്ട് ചൈനയ്ക്ക് ഒരു പ്രശ്നമുണ്ട്, ഇന്ത്യയുമായിട്ട് ചൈനയ്ക്ക് ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോ പാകിസ്ഥാൻ ആണവ രാഷ്ട്രമാണെങ്കിലും ചൈനയുമായിട്ട് സൗഹൃദത്തിലാണ്, റഷ്യ ആണവ രാഷ്ട്രമാണെങ്കിലും ചൈനയുമായിട്ട് സൗഹൃദത്തിലാണ്, ഉത്തര കൊറിയ ആണവ രാഷ്ട്രമാണെങ്കിലും ചൈനയുമായിട്ട് സൗഹൃദത്തിലാണ്, ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്ന വക്കോളം എത്തിയിട്ടുണ്ട്, പക്ഷെ ചൈനയുമായിട്ട് സൗഹൃദത്തിലാണ്. എന്നാൽ ജപ്പാൻ ചൈനയുമായിട്ട് സൗഹൃദത്തിലുള്ള രാജ്യമല്ല. എന്ന് മാത്രമല്ല, ജപ്പാനും ചൈനയ്ക്കും ഇടയിൽ പല ദ്വീപുകളുടെയും പേരിൽ വലിയ അതിർത്തി തർക്കം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ തായ്വാനെ ചൈന ആക്രമിക്കുകയാണെങ്കിൽ തായ്വാനൊപ്പം തങ്ങൾ ഉണ്ടാകുമെന്ന് പലപ്പോഴായിട്ട് ജപ്പാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഫിലിപ്പീൻസും ചൈനയും തമ്മിലുള്ള വിഷയത്തിലും ജപ്പാൻ ചൈനയ്ക്ക് എതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. സോ ഇവിടെ ഇന്ത്യക്കും ജപ്പാനും പൊതുവായിട്ട് ചൈനയോട് എതിർപ്പുള്ള നിരവധി വിഷയങ്ങളുണ്ട്, അതിർത്തി തർക്കം ഉൾപ്പെടെ. അക്കൂട്ടത്തിൽ ഇന്ത്യ ആണവ രാഷ്ട്രം ഓൾറെഡി ആയി കഴിഞ്ഞു. ഇനി ജപ്പാൻ കൂടി ആണവ രാഷ്ട്രമാവുകയാണെങ്കിലോ, അതും ഇന്ത്യയുടെ സുഹൃത്തായ ജപ്പാൻ, നമ്മൾ അതിനെ ആ രീതിയിൽ കാണണം. ഇന്ത്യയുടെ സുഹൃത്തായ ജപ്പാൻ കൂടി ആണവ രാഷ്ട്രമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ചൈനയ്ക്ക് വലിയ ഭീഷണിയാണ്. ജപ്പാൻ ആണവ രാഷ്ട്രമാകണമെന്ന് അമേരിക്കയും ആഗ്രഹിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ചൈന ഈ വിഷയത്തിനെ ഹൈലൈറ്റ് ചെയ്യുന്നത്. അമേരിക്കയ്ക്ക് കൂടി മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അതാ, നിങ്ങളുടെ ഒരു സാറ്റലൈറ്റ് സ്റ്റേറ്റ് ആയിട്ടുള്ള ജപ്പാൻ ആണവായുധം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അവരുടെ കൈവശമുള്ള പ്ലൂട്ടോണിയം ഉപയോഗിച്ച് അമേരിക്കയുടെ കയ്യിലുള്ളതിനേക്കാൾ കൂടുതൽ ആണവായുധം ഉണ്ടാക്കാൻ കഴിയും എന്നൊക്കെയുള്ള മുന്നറിയിപ്പ് ചൈന കൊടുക്കുന്നത് അങ്ങനെയാണ്. അതായത് ജപ്പാന് എത്രയൊക്കെ പറഞ്ഞാലും അമേരിക്കയോട് എതിർപ്പ് പല വിഷയങ്ങളിലുമുണ്ട്. അതിലൊന്ന്, ജപ്പാൻ രണ്ടാം ലോക മഹായുദ്ധത്തിൽ തോൽക്കുന്നുണ്ട്, ആണവായുധത്തെ അതിന് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അമേരിക്ക ആണവായുധം പ്രയോഗിച്ചത് ജപ്പാൻ ഒരിക്കലും മറക്കില്ല. അത് പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും അവർ ഓർത്തു വയ്ക്കുക തന്നെ ചെയ്യും. രണ്ട്, തീർച്ചയായിട്ടും അമേരിക്ക ജപ്പാനെ ഒരു വെസൽ സ്റ്റേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അമേരിക്ക ജപ്പാനെ ഒരു പരിധി വിട്ട് സ്വന്തമായിട്ട് ആയുധങ്ങൾ വികസിപ്പിക്കാൻ അനുവദിക്കുന്നില്ല, ശക്തമാകാൻ സമ്മതിക്കുന്നില്ല. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അമേരിക്കയുടെ നിയന്ത്രണം ജപ്പാന് മേലുണ്ട്. ഇതിലും അവർക്ക് വലിയ അമർഷമുണ്ട്. മൂന്ന്, ജപ്പാൻ ഒരു ഘട്ടത്തിൽ അമേരിക്കൻ എക്കണോമിയെ പോലും മറികടന്നുകൊണ്ട് വേൾഡിലെ ലാർജസ്റ്റ് എക്കണോമി ആകാൻ പോയതാണ് 1990കളിലും 2000-അടുത്തൊക്കെയുള്ള കാലഘട്ടത്തിൽ. ആ സമയത്ത് അമേരിക്ക ജപ്പാനെ നിർബന്ധിച്ച് പല കരാറുകൾ ഉണ്ടാക്കിയും കറൻസിയിൽ തിരിമറി നടത്തിയും എക്കണോമിയെ തകർത്തും അവരുടെ ആഭ്യന്തര ഉൽപ്പാദനത്തെ കുറച്ചുമൊക്കെ അമേരിക്ക പല തന്ത്രങ്ങളിലൂടെ ജപ്പാനെ പിടിച്ചു കെട്ടിയിട്ടാണ് അമേരിക്ക ലോകത്തെ ഏറ്റവും ലാർജസ്റ്റ് എക്കണോമി എന്ന് പറയുന്ന അവരുടെ ആ ഒരു അപ്രമാദിത്വം നിലനിർത്തിയത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ ജപ്പാന് അമേരിക്കയോട് അഭിപ്രായ ഭിന്നതയുണ്ട്. അതുകൊണ്ട് ജപ്പാൻ തദ്ദേശീയമായിട്ട് ആണവായുധം വികസിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കാനൊന്നും പോകുന്നില്ല. എന്നാൽ ഇന്ത്യയുമായിട്ട് ജപ്പാൻ വളരെ ശക്തമായിട്ട് സഹകരണം തുടരാൻ സാധ്യതയുമുണ്ട്. അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് നേരത്തെ പറഞ്ഞ ചരിത്രപരമായ പശ്ചാത്തലം, രണ്ടാമത് ചൈനയുമായിട്ട് വളരെ ശക്തമായ എതിർപ്പ് ഇന്ത്യക്കും ജപ്പാനും ഒരുപോലെയുണ്ട്, മൂന്നാമത് ഇന്ത്യ ഒരു സഖ്യത്തിന്റെയും ഭാഗമല്ല എന്നത് ലോകത്ത് എല്ലാ രാജ്യങ്ങൾക്കും അറിയാം, ജപ്പാനും ഇത് നന്നായിട്ട് അറിയാം. ഇന്ത്യയുടെ സ്വതന്ത്രമായ ഫോറിൻ പോളിസി ജപ്പാനും പിന്തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്കയുടെ വാക്ക് കേട്ട് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ട യുക്രൈന് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ആയുധവും പണവും ഒക്കെ കൊടുത്തുള്ള സഹായം ഉണ്ടായെങ്കിലും റഷ്യയെ തളയ്ക്കാൻ വേണ്ട തരത്തിൽ നേരിട്ടുള്ള ഇടപെടലുകളോ സഹായങ്ങളോ ഉണ്ടായില്ല എന്നത് ജപ്പാൻ കാണുകയാണ്. അതോടൊപ്പം തന്നെ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ അമേരിക്കയുടെ സൈനിക ശക്തി പരീക്ഷിക്കപ്പെടുകയാണ്. അവിടെ അമേരിക്കയ്ക്ക് ഉണ്ടാവുന്ന തിരിച്ചടികൾ ജപ്പാൻ കാണുന്നുണ്ട്. വെനസ്വേലയും ഇറാനും വളരെയധികം ചൈനയോട് താല്പര്യമുണ്ടായിരുന്ന അല്ലെങ്കിൽ ചൈനയോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളായിരുന്നു. ഈ രണ്ട് രാജ്യങ്ങളും ആക്രമിക്കപ്പെട്ട സമയത്ത് ചൈനയുടെ ഭാഗത്തുനിന്ന് നേരിട്ടൊരു സഹായം ഉണ്ടായില്ല. ഇതിൽ നിന്നെല്ലാം ജപ്പാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾ മാത്രമേ കാണൂ. ഈ പറയുന്ന സഖ്യങ്ങളും കൂട്ടുകെട്ടും ഒക്കെ പേപ്പറിൽ അല്ലെങ്കിൽ എഗ്രിമെന്റിൽ മാത്രമേ ഉള്ളൂ എന്ന് ജപ്പാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതെല്ലാം പരിഗണിച്ചിട്ട് വേണം നമ്മൾ ഈ വിഷയത്തെ വിലയിരുത്താൻ. ഈ ചൈനയുടെ മിലിറ്ററി മൗത്ത് പീസ് എന്ന് പറയാവുന്ന PLA ഡെയിലി മാർച്ച് 30 ഒരു ഫുൾ പേജ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അവർ പറയുന്നത് ജപ്പാൻ അപകടകരമായ രീതിയിൽ അവരുടെ ഡിഫൻസ് ഇൻഡസ്ട്രിയും കപ്പാസിറ്റിയും ടെക്നോളജിയും
എക്സ്പാൻഡ് ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. അതായത് ജപ്പാൻ അവരുടെ റെഡ് ലൈൻ ക്രോസ് ചെയ്തു എന്ന് ചൈന നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജപ്പാന്റെ നിലവിലെ നീക്കങ്ങൾ കാണുമ്പോൾ ആണവായുധം വികസിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടോ എന്ന് തങ്ങൾ സംശയിക്കുന്നുണ്ട് എന്നാണ് ചൈന പറയുന്നത്. ചൈനയ്ക്ക് ജപ്പാനെ ഭയങ്കര പേടിയാണ്. പലപ്പോഴും ചരിത്രം പരിശോധിച്ചാൽ ജപ്പാനുമായിട്ടുള്ള യുദ്ധങ്ങളിൽ ചൈന തോറ്റിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പൊതുവെ ചൈനയ്ക്ക് ജപ്പാനെ ഭയം കൂടിയുണ്ട്. ജപ്പാന്റെ കയ്യിൽ 44.4 ടൺ പ്ലൂട്ടോണിയം ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് 5500-ലധികം ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ പര്യാപ്തമാണെന്നും ഇത് റഷ്യയുടെ കൈവശമുള്ളതിനേക്കാൾ കൂടുതൽ ആണവായുധം ജപ്പാൻ വികസിപ്പിക്കുന്നതിലേക്ക് നയിക്കുമെന്നും ഒക്കെയാണ് ചൈനയുടെ റിപ്പോർട്ട് പറയുന്നത്. ഇത് ജപ്പാൻ ഇപ്പോൾ ഉടനെ തന്നെ ആണവായുധം വികസിപ്പിക്കുമെന്നോ അല്ലെങ്കിൽ ഉടനെ തന്നെ 5500 ആണവായുധം ഉണ്ടാക്കുമെന്നോ എന്നും നമുക്ക് ഇതിനകത്ത് നിന്ന് കരുതാൻ പറ്റില്ല. പക്ഷേ ചൈനയ്ക്ക് ചില അപകടങ്ങൾ മണക്കുന്നുണ്ട്. ജപ്പാൻ അവരുടെ ശൈലിയിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലോകരാജ്യങ്ങൾ തിരിച്ചറിഞ്ഞൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മളെ കാണൂ, അമേരിക്ക വരും അല്ലെങ്കിൽ ബ്രിട്ടൻ വരും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കാലം കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യയുടെ സ്ട്രാറ്റജി ഒരുപാട് രാജ്യങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അത് കേവലം ജപ്പാനെ മാത്രമല്ല, ജർമ്മനിയെ, ഫ്രാൻസിനെ, അതുപോലെ തന്നെ ബ്രസീലിനെ, സൗത്ത് ആഫ്രിക്കയെ, ലോകത്തെ ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യയുടെ ആ ഒരു ഫോറിൻ പോളിസി ഇന്ന് ഫോളോ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അത്ഭുതങ്ങൾ ഭാവിയിൽ സംഭവിക്കാം. ചൈന ഭയപ്പെടുന്നത് പോലെ ലോകത്തെ ഞെട്ടിക്കാൻ ജപ്പാൻ തയ്യാറെടുക്കുകയാണെങ്കിലോ? എന്താണ് പ്രേക്ഷകരുടെ അഭിപ്രായം എന്ന് കമന്റ് ചെയ്യൂ.